അധികാരികളുടെ മാനസിക പീഡനത്തെ തുടർന്ന് ഒരു സ്റ്റാഫ് നഴ്സ് ഇന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള വേദനാജനകമായിട്ടുള്ള വാർത്ത നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇവരുടെ മാനസിക പീഡനം കാരണം തന്നെ തൊഴിൽ ഉപേക്ഷിച്ച് പോയ ആൾക്കാരുടെ എണ്ണം പോലും നിരവധിയാണ് അവിടെ. ഇതിന് പ്രേരകമായിട്ടുള്ള 3 പേരെയും ആ സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിടണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമസ്കാരം. തൊടുപുഴ സ്മിത ആശുപത്രിയിലെ നഴ്സ് ആശുപത്രിയിലെ മാനസിക പീഡനത്തെ തുടർന്ന് ജീവനൊടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ആശുപത്രിയിൽ നടക്കുന്നത്. UNA ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിഷേധത്തിനൊടുവിൽ ആരോപണ വിധേയരായ ആശുപത്രിയിലെ ജീവനക്കാരെ താൽക്കാലികമായി മാറ്റി നിർത്തിയിട്ടുണ്ട്. എന്നാൽ അവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടണമെന്നാണ് UNAയുടെ നിലപാട്. ജീവനക്കാർക്കെതിരെ ശക്തമായ നിയമ പോരാട്ടം നടത്തുമെന്ന് UNA സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോർജ് പറഞ്ഞു. തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ മാനസിക പീഡനത്തെ തുടർന്ന് അധികാരികളുടെ മാനസിക പീഡനത്തെ തുടർന്ന് ഒരു സ്റ്റാഫ് നഴ്സ് ഇന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള വേദനാജനകമായിട്ടുള്ള വാർത്ത നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. കാലങ്ങളായിട്ട് തുടർന്നു വരുന്ന ഒരു മാനസിക പീഡനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു പ്രതിഭാസം മാത്രമാണ് ഇന്നലെ ഉണ്ടായത്. ഈ പറയപ്പെടുന്ന CNO ഉൾപ്പെടെ അവിടുത്തെ ഒരു സൂപ്പർവൈസർ ഉൾപ്പെടെ അവിടുത്തെ വേറെ സ്റ്റാഫ് ഉൾപ്പെടെ ഇവർ സംബന്ധിച്ച് കുറേ കാലങ്ങളായിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ ഈ പരാതികളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ബോധ്യപ്പെടുത്താവുന്ന പല മേഖലകളിലും പല സ്ഥലങ്ങളിലും സംഭവം ബോധ്യപ്പെടുത്തിയിട്ടുമുള്ളതാണ്. ഇവരുടെ മാനസിക പീഡനം കാരണം തന്നെ തൊഴിൽ ഉപേക്ഷിച്ച് പോയ ആൾക്കാരുടെ എണ്ണം പോലും നിരവധിയാണ് അവിടെ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സഹികെട്ടിട്ട് ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് UNA എന്ന് പറയുന്ന പ്രസ്ഥാനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അവിടെ നഴ്സുമാർ മുന്നിട്ടിറങ്ങുകയും UNA എന്ന് പറയുന്ന പ്രസ്ഥാനം അവിടെ തുടങ്ങുകയും ചെയ്തത്. അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ലേബർ ഓഫീസിൽ ചർച്ച ചെയ്ത് പരിഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ ഉണ്ടായ ആ ഒരു വേദനാജനകമായിട്ടുള്ള ആ ഒരു കാര്യം കൂടി സംഭവിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രിയിൽ അവിടെ നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റാഫാണ് ഈ സൂപ്പർവൈസറും ബാക്കിയുള്ളവരും മാനസികമായി പീഡിപ്പിക്കുകയും ഫോണിൽ വിളിച്ച് അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് താങ്ങാനാവാത്ത വേദനയിൽ ആണ് ആ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇതിന് വളം വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് പ്രേരകമായിട്ടുള്ള 3 പേരെയും ആ സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിടണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സംഘടന തയ്യാറല്ല എന്നുള്ള കാര്യവും മാനേജ്മെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഇന്ന് സൺഡേ ആയിരുന്നു. പിന്നെ വരുന്നതിന് വേണ്ടിയിട്ട് ഡൽഹിയിലൊക്കെയാണ് അവർ ഒന്ന് എത്തുന്നതിന് വേണ്ടിയുള്ള സമയം തന്നെ 2 ദിവസത്തിനുള്ളിൽ അവർ അടിയന്തരമായിട്ട് നാളെ മറ്റന്നാളെ തന്നെ എത്താം. ആ എത്തുന്നത് വരെ ഈ പറയപ്പെടുന്ന ആൾക്കാരെ സ്ഥാപനത്തിൽ നിന്ന് മാറ്റി നിർത്താം. അതുവരെ ഒരു ചർച്ച ചെയ്യുന്നിടം വരെ ഉള്ള ഒരു സാവകാശം കൊടുക്കണമെന്ന അവരുടെ ഒരു അഭ്യർത്ഥനയുടെ പുറത്താണ് നമ്മൾ ഇന്നത്തെ പ്രക്ഷോഭങ്ങളും അവസാനിപ്പിച്ചിട്ടുള്ളത്. ഈ വരും ദിവസം അടുത്ത 2 ദിവസത്തിനുള്ളിൽ ചർച്ചകൾ നടക്കുകയോ ഇവർക്കെതിരെ നടപടി എടുക്കാതിരിക്കുകയോ ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായാൽ സമ്പൂർണ്ണമായി അവിടുത്തെ നേഴ്സുമാർ പണിമുടക്കിക്കൊണ്ട് ശക്തമായ സമരം ആ സ്ഥാപനത്തിന് മുന്നിലുണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ അവരെ അറിയിച്ചിട്ടുണ്ട്. അതിനൊന്നും വഴിവെക്കില്ല. അവർ ഉചിതമായ കറക്റ്റായിട്ടുള്ള തീരുമാനം എടുത്തുകൊള്ളാമെന്നുള്ള ഉറപ്പ് നമുക്ക് നൽകിയിട്ടുമുണ്ട്. നിയമപരമായിട്ടുള്ള പരാതികളും കാര്യങ്ങളെല്ലാം നാളത്തേന് നൽകും. ഇപ്പോൾ വക്കീലിനെ അറിയിച്ചിട്ടുണ്ട്. അവർ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളത്തേന് നമ്മൾ എല്ലായിടത്തും അതിൻ്റേതായിട്ടുള്ള പരാതികളും സംഭവങ്ങളും ഹാൻഡ് ഓവർ ചെയ്യും. ബാക്കിയുള്ള നഴ്സുമാരോട് അവരുടെ പ്രശ്നങ്ങൾക്ക് കാലങ്ങളായിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ് അവരുടെ മാനസിക സമ്മർദ്ദം, മറ്റ് തൊഴിൽ ജോലിയിടത്തെ കൂടുതൽ ജോലി ഭാരം, ഇതെല്ലാം ഉടൻ തന്നെ പരിഹരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾക്ക് മാന്യമായൊരു തൊഴിൽ അന്തരീക്ഷം ഉണ്ടാവും, മാന്യമായൊരു തൊഴിൽ സാഹചര്യം അവിടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് മാത്രമാണ് ഈ സമയത്ത് നമുക്ക് നൽകാനുള്ളത്.